ഹദീസുകളിൽ കാണാം ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർബന്ധമാക്കി ഫിത്ർ സക്കാത്ത് കൊടുക്കൽ എന്താക്കി? നിർബന്ധമാക്കി. ഹനഫി മദ്ഹബിൽ ഫിത്ർ സക്കാത്ത് എന്താണ്? വാജിബാണ്. ഹനഫി മദ്ഹബിൽ ഫിത്ർ സക്കാത്ത് വാജിബാണ്, നിർബന്ധമാണ്. അതെന്തിനാണ് നിർബന്ധമാക്കിയത്? ഫിത്ർ സക്കാത്ത് കൊണ്ടുള്ള ഗുണം എന്താണ്? ചില ഹദീസുകളിൽ കാണാം, നമ്മൾ ഈ വിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്യുന്ന അമൽ, ഈ അമലുകളൊക്കെ മുഅല്ലഖത്തും ബൈനസ് സമാഇ വൽ അർളി, ആകാശഭൂമികൾക്കിടയിൽ നോമ്പും നമ്മുടെ തറാവീഹും മറ്റ് എല്ലാ ഇബാദത്തുകളും ഇങ്ങനെ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതാണ്. അത് റബ്ബിന്റെ സവിധത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ്? നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴാണ് അത് റബ്ബിന്റെ സവിധത്തിലേക്ക് അത് പോകുന്നത്. കാരണം റബ്ബിന്റെ അടുക്കൽ പോയെങ്കിലല്ലേ നമ്മുടെ നോമ്പിനും നമ്മുടെ തറാവീഹിനും ഒക്കെ ഇഫ്താറിനൊക്കെ നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹു തആല തരുള്ളൂ. റബ്ബിന്റെ മുമ്പിലേക്ക് ഫയൽ ചെന്നാലല്ലേ ആ ഫയൽ റബ്ബ് സൈൻ ചെയ്യുകയുള്ളൂ. ഇതുപോലെ നമ്മളുടെ ഈ അമൽ, റമളാനിൽ നോമ്പാകട്ടെ തറാവീഹാകട്ടെ ഏത് അമലാണെങ്കിലും അതൊക്കെ ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണത്രേ. അത് റബ്ബിന്റെ അരികിലേക്ക് അത് പോകണമെങ്കിൽ എന്തു വേണം? ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടവർ കൊടുക്കാതെ അവരുടെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കിലേക്ക് പോവുകയില്ല. മാത്രമല്ല ഹദീസിൽ കാണാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫിത്ർ സക്കാത്ത് തുഹറത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസി. നോമ്പുകാരൻ അവൻ നോമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ല തെറ്റുകുറ്റങ്ങളും വല്ല മോശത്തരങ്ങളും വല്ല അരുതായ്മകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എക്സ്ക്യൂസ് ചെയ്യാൻ ഈ ഫിത്ർ സക്കാത്തിനെ കൊണ്ട് കഴിയും. അതൊക്കെ അഫ്വ് ചെയ്യാൻ, മാപ്പ് ആക്കപ്പെടാൻ, പരിഹരിക്കപ്പെടാൻ ഈ ഫിത്ർ സക്കാത്തിനെ കൊണ്ട് സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞു, തുഅമത്തുൽ ലിൽ മസാക്കീൻ, ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് മിസ്കീന്മാർക്ക് അവർക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. പാവങ്ങളായ ആളുകൾക്ക് അവർക്കൊരു ആശ്വാസം കൂടിയാണ്. കാരണം എന്താണ്? ഫഹിയ തുഗ്നിൽ ഫുഖറാഅ യൗമൽ ഈദി അനിസ് സുആലി. പെരുന്നാളിന്റെ ദിവസം നമ്മളൊക്കെ ഉള്ളവരൊക്കെ അണിഞ്ഞൊരുങ്ങി നല്ല ഭക്ഷണം കഴിച്ച് അല്ലേ പെരുന്നാൾ ആഘോഷിക്കുമ്പോ പട്ടിണി പാവങ്ങളായ ആളുകൾ, ദരിദ്രരായ ആളുകൾ അവർ ഇങ്ങനെ സങ്കടപ്പെട്ട് യാചിച്ച് ഒക്കെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും സന്തോഷം വേണം, ഈക്വലായിരിക്കണം സന്തോഷം. പെരുന്നാളിന്റെ ദിവസം നല്ല ഡ്രസ്സ് നമ്മൾ ധരിക്കുമ്പോ, നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോ പാവങ്ങളായ ആളുകൾക്കും ഇതൊക്കെ ഉണ്ടാകണം എന്ന ആ ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടായി. നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന വലിയ ഒരു നന്മയാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിൽ നിന്ന് അർഹതപ്പെട്ട ആളുകൾ ഒരിക്കലും ഒഴിവാകാൻ പാടില്ല. നമ്മുടെ നോമ്പുകളായി തീരാൻ, ഇബാദത്തുകൾ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതായി തീരാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് കൊടുത്തേ മതിയാകും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഹനഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ പറഞ്ഞു, ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്, വാജിബാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഫിത്ർ സക്കാത്ത് ആർക്കാണ് വാജിബാകുന്നത്? ആർക്കാണ് നിർബന്ധമാകുന്നത്? എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണോ? എല്ലാവർക്കും നിർബന്ധമാണോ? നോക്കാം. ഫിത്ർ സക്കാത്ത് വാജിബാകുന്നത് മുസ്ലിമായ സ്വതന്ത്രനായ
അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും ബാക്കി വന്ന തുക. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒന്നാമത്തെ ക്വാളിറ്റി ആള് മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ്. മുസ്ലിമായ സ്വതന്ത്രനായിരിക്കണം, അടിമയാകാൻ പാടില്ല. അപ്പം സ്വതന്ത്രനായ മുസ്ലിമായ ആള്, അയാൾക്ക് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? വീട്, വസ്ത്രം, ഭക്ഷണം, ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ. ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, അതിൽ വാഹനവും പെടും. ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഒക്കെ കഴിഞ്ഞ്, കടങ്ങളൊന്നുമില്ല, കടങ്ങളും കഴിഞ്ഞ് അതിൽ നിന്നും ഒക്കെ അയാളുടെ കയ്യിൽ ബാക്കി വന്ന ഒരു തുക, ആ തുക ഉള്ള ഒരാളാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി തീരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ തുകയ്ക്ക് ഒരു കണക്കുണ്ട്. ആ തുകയ്ക്ക് ഒരു കണക്കുണ്ട്. ആ കണക്ക് എത്രയാണ്? 612 ഗ്രാം വെള്ളിയുടെ തുക അയാളുടെ കയ്യിൽ ഉണ്ടാവണം. മിച്ചം വന്ന ആ തുക എത്രയാണ്? 612 ഗ്രാം വെള്ളി. അതാണ് നിസാബ്. ഒരു തുകയുണ്ട്, ഒരു കണക്കുണ്ട്. എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നില്ല. ചെറിയ പെരുന്നാളിന്റെ ദിവസം, അന്നത്തെ ദിവസം തനിക്കും താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ഞാൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ എൻ്റെ മക്കൾ, പാവപ്പെട്ട എൻ്റെ ചെറിയ മക്കൾ, മുതിർന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. സമ്പന്നരായ മുതിർന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണ്ട? ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. ചെറിയ മക്കൾ, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയും ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ എനിക്കും എൻ്റെ ചെറിയ മക്കൾക്കും വേണ്ടി ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പോ എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഈ ചെറിയ പെരുന്നാളിന്റെ ദിവസം ഇവർക്ക് വേണ്ടുന്ന വസ്ത്രം, ഭക്ഷണം, താമസ സൗകര്യം, വാഹനം, ഇതെല്ലാം കഴിച്ച് മിച്ചം വന്ന ഒരു തുക. ആ തുക എത്രത്തോളം ഉണ്ടാകണം? 612 ഗ്രാം വെള്ളിയുടെ പൈസ ഉണ്ടാകണം. 612 ഗ്രാം വെള്ളി. ഇന്നത്തെ കണക്കനുസരിച്ച് വെള്ളിക്ക് 110 രൂപ. 1 ഗ്രാം വെള്ളിക്ക് 110 ഗ്രാം. ഒരു ഉദാഹരണം പറയാം, ഇന്നത്തെ വെള്ളിയുടെ വില. അപ്പോ നമ്മളെന്താ ചെയ്യാ? 110, ആ 110 ഗ്രാം വെള്ളി അല്ലേ, 1 ഗ്രാമിന് അത്രയാണെങ്കിൽ 612 ഗ്രാം വെള്ളിക്ക് എത്ര രൂപ വരുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. 612 ഇൻറ്റു എത്രയാണ്? 110. 67,320 രൂപ. 67,320 രൂപ. ഇത്രയും പൈസ കയ്യിലുണ്ട്, അയാൾക്ക് കയ്യിലുണ്ട്. 67,320 അതിൽ കൂടുതലോ പൈസ ഉണ്ട്. അത് അക്കൗണ്ടിലായിട്ടാകട്ടെ, അതല്ല സ്വർണമായിട്ടാകട്ടെ, അതല്ല മറ്റു മുതലായിട്ടാകട്ടെ, എങ്ങനായിരുന്നാലും പൈസയായിട്ട് തന്നെ വേണമെന്നില്ല. ഈ അടിസ്ഥാനപരമായ ആവശ്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഈ 612 ഗ്രാം വെള്ളിയുടെ കണക്കനുസരിച്ചുള്ള പൈസ അല്ലെങ്കിൽ ആ ഒരു തുക അയാളുടെ കൈവശം ഉണ്ട് എങ്കിൽ അയാൾ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ ബാധ്യസ്ഥനാണ്, നിർബന്ധമാണ്. അപ്പൊ ചിലര് കരുതും ഈ പൈസ എന്റെ കയ്യിലില്ല, പൈസ ഉണ്ടാവണമെന്നില്ല. അതിന് തത്തുല്യമായ മറ്റെന്തെങ്കിലും കാണും, വസ്തു കാണും, തത്തുല്യമായ ചിലപ്പോ സ്വർണം കാണും, ചിലപ്പോ കച്ചവട സാധനങ്ങൾ കാണും. എന്നാലും അയാൾ എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് കൊടുക്കണം, നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്, വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു മസലയാണ് ഇത്. കൊടുക്കാതിരിക്കാൻ, ഈ പറഞ്ഞ ക്വാളിറ്റി ഒക്കെ ഒത്തുവന്ന ഒരാള് കൊടുക്കാതിരിക്കാൻ ഒരു മാർഗവും ഇല്ല. അപ്പൊ ഫിത്ർ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്ക്, ആർക്കാണ്, എപ്പോഴാണ് ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്
ചെറിയ പെരുന്നാളിന്റെ അന്നത്തെ ദിവസത്തെ ഫജ്ർ ഉദിക്കുമ്പോൾ, ഫജ്ർ സ്വാദിഖ് ഉദിക്കുമ്പോഴാണ് സുബഹിന്റെ ബാങ്ക് കൊടുക്കുക. അപ്പൊ സുബഹി മുതൽ ചെറിയ പെരുന്നാളിന്റെ അന്നത്തെ സുബഹി ബാങ്ക് വിളി കേൾക്കുന്നത് മുതൽ, ബാങ്ക് വിളിക്കുക പറഞ്ഞാൽ ഫജ്ർ വെളിവാകുമ്പോഴാണ് സുബഹിയുടെ സമയമാകുന്നത്. ആ ഫജ്ർ വെളിവാകുന്ന സമയം മുതൽ ഇമാമ് അല്ലെങ്കിൽ ഖത്തീബ് പെരുന്നാളിന്റെ അന്നത്തെ പെരുന്നാൾ നിസ്കാരത്തിന് കയറുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയ്ക്കുള്ള സമയം, ഈ സമയത്താണ് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അതാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടുന്ന സമയം. എപ്പോഴാണ്? പെരുന്നാൾ, ചെറിയ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ സ്വാദിഖ് വെളിവാകുന്ന സമയം മുതൽ, അഥവാ സുബഹിയുടെ ബാങ്ക് വിളി തുടങ്ങുന്ന സമയം മുതൽ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി ഖത്തീബ് മിമ്പർമേൽ കയറുന്നതിന് മുമ്പ്, ആ നിസ്കാരത്തിലേക്ക് മുസല്ലയിലേക്ക് കയറുന്നതിന് മുമ്പ് ഇടയ്ക്ക് എത്ര സമയമുണ്ടോ ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഫിത്ർ സക്കാത്ത് കൊടുത്തിരിക്കണം. അപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി തീരുന്നത്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയം നമ്മൾ പറഞ്ഞു. ഇനി ഈ ഫിത്ർ സക്കാത്ത് നേരത്തെ കൊടുക്കാം. നേരത്തെ കൊടുത്താൽ ആ പൈസ കൊണ്ട് ഈ പാവപ്പെട്ടവൻ ഒരു ഷർട്ട് വാങ്ങിച്ചിടും, അല്ലെങ്കിൽ അയാള് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കും. അയാൾക്ക് ഞാൻ നേരത്തെ കൊടുക്കൽ കൊണ്ട് അയാൾക്ക് ഉപകാരപ്പെടും എന്ന് കണ്ടാൽ നേരത്തെ കൊടുക്കാം, തെറ്റില്ല. ഇനി ഫിത്ർ സക്കാത്ത് പിന്തിച്ചും കൊടുക്കാം. മനഃപൂർവ്വം പിന്തിക്കൽ കറാഹത്താണ്, പക്ഷെ പിന്തിച്ചും കൊടുക്കാം. അതെന്താണ്? നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടുന്ന ആള്, ആ പാവപ്പെട്ട ആള് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടേ അയാളുടെ വരുള്ളൂ. അങ്ങനെ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പിന്തിച്ചു കൊടുക്കാം അയാൾക്കാണ്. ഇനി മനഃപൂർവ്വം പിന്തിച്ചു കൊടുക്കാൻ പാടില്ല. മനഃപൂർവ്വം പിന്തിച്ചു കൊടുക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പൊ പെരുന്നാൾ നിസ്കാരത്തെയും വിട്ട് പിന്തിച്ചു കൊടുക്കൽ കറാഹത്താണ്, പാടില്ല. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്താണ്? അയാൾ അന്നേരെ വരുള്ളൂ, അയാൾക്ക് അന്നേരം കിട്ടുള്ളൂ. അയാളെ ഈ ഫക്കീറിനെ, ഈ മിസ്കിനെ അന്നേരം കിട്ടുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അന്നേരം കൊടുക്കാം. നേരെ മറിച്ച് മനഃപൂർവ്വം കൊടുക്കുമ്പോഴാണ് ഈ കറാഹത്ത് വരുന്നത്. ഫിത്ർ സക്കാത്ത് ആരെ തൊട്ടൊക്കെയാണ് കൊടുക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു. ആരെ തൊട്ടൊക്കെയാണ് കൊടുക്കേണ്ടത്? ഒന്ന്, തനിക്ക് വേണ്ടി, അതായത് ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടി. രണ്ട്, ഞാൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ പാവപ്പെട്ട എന്റെ ചെറിയ മക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി മക്കള് പണക്കാരാണെങ്കിൽ, എന്റെ മക്കൾ പണക്കാരാന്ന് പറഞ്ഞാല് ആദ്യം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ പെണ്ണിനെ വേറെ ഒരാൾ നേരത്തെ കെട്ടി ഒഴിഞ്ഞതോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയതോ ആയ പെണ്ണാണ്. അവൾക്ക് ആ ഭർത്താവിൽ നിന്ന് മക്കളുണ്ട്. അപ്പൊ ആ മക്കളും ഇവളെ ഞാൻ കല്യാണം കഴിക്കലോടുകൂടി ആ മക്കളും എന്റെ മക്കളെന്നല്ലേ പറയാ. ആ മക്കൾക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, മുതലുകളുണ്ട്. അപ്പോഴോ ആ മക്കളുടെ ഫിത്ർ സക്കാത്ത് അവർ തന്നെയാണ്, അവരുടെ മുതലിൽ നിന്നാണ് എടുത്ത് കൊടുക്കേണ്ടത്. അതാണ് പറഞ്ഞത്, എനിക്കും ഞാൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായ ഫക്കീറന്മാരായ പാവപ്പെട്ട ചെറിയ കുഞ്ഞുങ്ങൾ, അവരെ തൊട്ടുമാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കൽ നിർബന്ധമില്ല. മറിച്ച് എന്റെ ഭാര്യ എന്നോട് പറയാ, എന്റെ ഫിത്ർ സക്കാത്ത് കൂടെ നിങ്ങൾ കൊടുത്തോ. അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു, നിന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കട്ടെ? കൊടുത്തോ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ എന്ത് ചെയ്യാ? എനിക്ക് കൊടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ എന്റെ ഭാര്യയുടെ ഫിത്ർ സക്കാത്ത് ഞാൻ കൊടുക്കൽ എന്റെ മേലെന്തില്ല, നിർബന്ധമില്ല. ഇനി ഞാൻ കൊടുത്തു, അവളുടെ അനുവാദത്തോട് കൊടുത്താൽ അതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. ഫിത്ർ സക്കാത്ത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അതിന്റെ കണക്ക് എത്രയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? നമ്മുടെ ഹനഫി മദ്ഹബിന്റെ നിയമമനുസരിച്ച്
ബാർലി, ഗോതമ്പ്, ഈത്തപ്പഴം, അതുപോലെ ഉണക്കമുന്തിരി, ഇവകളിൽ നിന്നാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ്? ഗോതമ്പ്, ബാർലി, ഈത്തപ്പഴം, ഉണക്കമുന്തിരി, ഇവകളിൽ നിന്നാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം ഇതൊന്നുമല്ല. ഗോതമ്പല്ല, ബാർലിയല്ല, ഈത്തപ്പഴമല്ല, ഉണക്കമുന്തിരിയല്ല. മുഖ്യ ആഹാരം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും, കഴിക്കുമെങ്കിലും മുഖ്യ ആഹാരം എന്ന് പറയുന്ന അരിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അരി കൊടുത്താൽ മതി. അരിയാണോ കൊടുക്കേണ്ടത് അതോ അതിന്റെ വിലയാണോ കൊടുക്കേണ്ടത്? അവിടെ ഹനഫി മദ്ഹബിൽ ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠത അതിന്റെ വില കൊടുക്കലാണ്. കാരണം ആ വില കൊടുക്കുമ്പോ ആ പൈസ കൊണ്ട് ആ പാവപ്പെട്ടവന് എന്തൊക്കെയോ ഉപകാരങ്ങൾ, ഒന്ന് കേക്ക് വസ്ത്രം വാങ്ങാം, ഭക്ഷണം വാങ്ങാം, വീട്ടുപകരണങ്ങൾ വാങ്ങാം, വീടിന്റെ മെയിൻ്റെനൻസ് നടത്താം. അപ്പൊ അയാൾക്ക് അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അരി കൊടുക്കുന്നതിനേക്കാൾ അയാൾക്ക് ഉപകാരപ്പെടുന്നത് ഈ പൈസ കൊടുക്കലാണ്. അതുകൊണ്ട് ഹനഫി മദ്ഹബിൽ ഏറ്റവും നല്ലത്, ശ്രേഷ്ഠത പൈസ കൊടുക്കലാണ്. എത്രയാണ് കൊടുക്കേണ്ടത്? നമ്മുടെ ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്ഫു സാഇൻ, അര സാഅ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്റർ കണക്ക്, കിലോ കണക്ക് വരികയാണെങ്കിൽ 1 കിലോ 700 ഗ്രാം, 1 കിലോ 700 ഗ്രാം അരി, അല്ലെങ്കിൽ അരിയുടെ പൈസ കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. നമ്മൾ പറഞ്ഞു 1 കിലോ 700 ഗ്രാം. ഈ ഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ അരിയുടെ വലിപ്പ ചെറുപ്പം അനുസരിച്ച് കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി 1 കിലോ 800 ഗ്രാം ആക്കുക, അല്ലെങ്കിൽ 900, അല്ലെങ്കിൽ 2 കിലോ ആക്കുക. അപ്പോ അതിന്റെ പൈസ 2 കിലോ സാമാന്യം നമ്മൾ ആഹാരം കഴിക്കുന്ന അരിക്ക് എത്ര പൈസയാണോ ആ പൈസ ഒരാൾക്ക് വേണ്ടി. ഇപ്പൊ ഞാനിപ്പോ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോ എനിക്കും എന്റെ 5 മക്കൾക്കും ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പോ ഞാൻ എത്ര കൊടുക്കേണ്ടി വരും? 2 10. എന്റെ മക്കൾക്ക് വേണ്ടി മാത്രം 10 കിലോ അരിയുടെ പൈസ ഫിത്ർ സക്കാത്തായിട്ട് ഞാൻ കൊടുക്കണം. പിന്നെ എന്റെ ഭാര്യയുടെ. അപ്പൊ എത്രയായി? 10ഉം 2ഉം 12, 2ഉം 14 കിലോ അരി. 2 കിലോ വെച്ച് കൂട്ടുകയാണെങ്കിൽ 1700 ആക്കാം. പക്ഷെ സൂക്ഷ്മത കുറയാൻ പാടില്ല. എത്ര വേണം കൂടാം, കുറയാൻ പാടില്ല. സൂക്ഷ്മതയ്ക്ക് വേണ്ടി 800 ആക്കുക. അതാണ് ഏറ്റവും നല്ലത്. 800, ഏറ്റവും ചുരുങ്ങിയത് 1 കിലോ 800 ഗ്രാമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കുക. സൂക്ഷ്മതയ്ക്ക് വേണ്ടി പൈസ ഉണ്ടെങ്കിൽ 2 കിലോയുടെ വെച്ച് കൊടുക്കുക. ഇതിനി ഒരാൾക്ക് വേണേ കൊടുക്കാം, ഇതെല്ലാം കൂടി ഒരാൾക്കും കൊടുക്കാം. അതല്ല, അർഹതപ്പെട്ട പലർക്കും നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൊടുക്കാം. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് സക്കാത്തിന് അവകാശികളായ ഖുർആൻ പറഞ്ഞ ആളുകൾ, ഖുർആനിൽ എണ്ണിപ്പറഞ്ഞ ഫഖീർ, മിസ്കീൻ, കടം കൊണ്ട് വലഞ്ഞവർ, അങ്ങനെ പറയപ്പെട്ട ആ ആളുകൾക്കാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോ ബാക്കി കൈനീട്ടി വരുന്നവർക്കെല്ലാം കൊടുത്താൽ ഫിത്ർ സക്കാത്ത് ആവുകയില്ല. ചിലർ പറയും വിധവകൾക്കല്ല. ഫിത്ർ സക്കാത്തിന് അവകാശികൾ ചിലപ്പോൾ വിധവകളും അവകാശികളായി വരും. അവർ ഫഖീർ എന്ന ഗണത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ മിസ്കീൻ എന്ന ഗണത്തിൽപ്പെട്ടവരും. അപ്പൊ അവർക്ക് കൊടുക്കാം. അപ്പം ഫഖീർ, മിസ്കീൻ, കടം കൊണ്ട് വലഞ്ഞവർ, ഈ 3 കൂട്ടം ആളുകളാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആളുകൾ. യോദ്ധാക്കളില്ല, യാത്രയിൽ വലഞ്ഞവരില്ല, യാത്ര മുടങ്ങിയവരില്ല. അപ്പോ ഖുർആൻ പറഞ്ഞതിൽ ഒരു 3 കൂട്ടം ആളുകൾ നമുക്ക് ഇന്ന് കാണാൻ പറ്റും, അല്ലേ? അപ്പോ ആ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്തെങ്കിലേ ഫിത്ർ സക്കാത്തായി വീടുകയുള്ളൂ. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. പലരും കരുതി വെച്ചിരിക്കുന്ന വീട്ടിലൊക്കെ കൈനീട്ടി യാചിച്ചു വരുന്ന ആളുകൾ 27ാം രാവ് ഒക്കെ റമദാന്റെ അവസാനത്തെ 10 ആകുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൈനീട്ടി വരും. അതിൽ അർഹതപ്പെട്ടവരും ഉണ്ടാകും, അർഹതപ്പെടാത്തവരും ഉണ്ടാകും. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇടയിൽ, നമ്മുടെ പരിസരത്ത്, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ
പാവങ്ങളായ മിസ്കീന്മാരായ ഫക്കീറന്മാരായ ആളുകൾ അവരെ കണ്ടുപിടിച്ച് നേരത്തെ അവരെ കണ്ട് മനസ്സിലാക്കി വെച്ച് സമയമാകുമ്പോൾ അവരിലേക്ക് അത് കൊണ്ട് എത്തിച്ചു കൊടുക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുത്ത് അതൊക്കെ ഒരു അനാദരവാണ്. നമ്മൾ ഈ കൊടുക്കുന്നത് നമ്മുടെ എന്താണ്, ആ വാങ്ങിക്കുന്ന ആളിന്റെ അവകാശമാണ്, നമ്മുടെ ഔദാര്യമല്ല. ഒരിക്കലും നമ്മുടെ ഔദാര്യമല്ല. ഞാൻ ഈ കൊടുക്കുന്നത് എൻ്റെ ഔദാര്യമല്ല, പിന്നെ അത് അവന്റെ അവകാശങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കലാണ് വേണ്ടത്. അപ്പൊ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. കുറെ മസ്അലകൾ ഈ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദിക്കാം. ഹനഫി മദ്ഹബ് അനുസരിച്ച് എൻ്റെ മസ്അലകൾ ചർച്ച ചെയ്യുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അല്ലാഹു തആല നല്ലത് കേട്ട് പഠിച്ച് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ചിലരുടെ സംശയം എന്താ, ഞങ്ങൾ ഗൾഫിൽ നിൽക്കാൻ, ഞങ്ങളുടെ ഫിത്ർ സക്കാത്ത് ഇവിടെയാണോ കൊടുക്കേണ്ടത്, നാട്ടിലാണോ കൊടുക്കേണ്ടത്, ഒക്കെ പലരുടെ സംശയങ്ങളുണ്ട്. ഭർത്താവ് നാട്ടിൽ, ഭാര്യ മക്കളൊക്കെ അല്ല, ഭർത്താവ് ഗൾഫിലും ഭാര്യ മക്കളൊക്കെ നാട്ടിലാണ്. അപ്പൊ പിന്നെന്താ ചെയ്യാ? അയാൾക്ക് അവിടെയും കൊടുക്കാം. അവിടെ അതിന് പറ്റിയ ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം. എത്രയോ പാവങ്ങളായ ആളുകൾ റൂമിൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന വളരെ പാവങ്ങളായ ആളുകളുണ്ട്, അവർക്ക് കൊടുക്കാം. അതേപോലെ നാട്ടിലും കൊടുക്കാം. നാട്ടില് ഭാര്യ മക്കളൊക്കെ നാട്ടിലാണല്ലോ. എന്റെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത് ഞാൻ നാട്ടിൽ കൊടുക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാ, ആരാണോ കൊടുക്കുന്നത് അവരെ വക്കാലത്തേൽപ്പിച്ചു കൊടുക്കൽ നല്ലതാണ്. അവരെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോ ഇത് എന്റെയും എന്റെ ഭാര്യ മക്കളുടെ ഫിത്ർ സക്കാത്താകുന്നു എന്ന് മനസ്സിൽ കരുതി കൊടുക്കുക. നിയത്ത്, ഏത് അമലിനും നിയത്ത് നല്ലതാണ്. അങ്ങനെ കൊടുക്കുക. അപ്പൊ കറക്റ്റ് ക്ലിപ്തപ്പെടുത്തി കൊടുക്കുക. നാട്ടിലും കൊടുക്കാം, സ്വദേശത്തും കൊടുക്കാം, വിദേശത്തും കൊടുക്കാം. അർഹരായവർ നമ്മുടെ ഇടയിൽ എവിടെയുണ്ടോ അവരിലേക്ക് കൊടുക്കാം. അന്യനാട്ടിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ നാട്ടിൽ അതിനർഹതപ്പെട്ടവരുണ്ടോ എന്ന് നോക്കിയിട്ട് അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആദ്യം ശ്രമിക്കുക. അല്ലാഹു തആല കാര്യങ്ങൾ പഠിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി